അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ കമ്പനികൾ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഡെപ്റ്റ് എടുക്കുന്ന കമ്പനികൾ ഉണ്ടായിരിക്കും. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ സ്വന്തമായിട്ട് കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ട് എക്സ്പാൻഷൻ നടത്തുന്ന കമ്പനികളാണോ, അതോ അങ്ങനെ കുറേ ഡെപ്റ്റ് എടുത്തിട്ട് വളരുന്ന കമ്പനികളാണോ നമുക്ക് ചൂസ് ചെയ്യാൻ കുറച്ചുകൂടെ നല്ലത്? അങ്ങനെ ഒരു ഡെപ്റ്റ് എടുത്ത് ഒരു കമ്പനി വളരുന്നതിൽ സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? നമ്മളിപ്പോൾ പേഴ്സണൽ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്കും പല things we can acquire by taking loan. For example, ഇപ്പോൾ എനിക്ക് ഒരു യൂറോപ്യൻ ഹോളിഡേ പോകണം, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ ഐ ക്യാൻ ടേക്ക് എ ലോൺ, പേ EMI. എനിക്കൊരു പുതിയ മൊബൈൽ ഫോൺ വേണം, ഐഫോൺ, എൻ്റെ കയ്യിൽ കാശില്ല, ഐ ക്യാൻ ടേക്ക് എൻ ലോൺ, പർച്ചേസ് ദ ഐഫോൺ. ബട്ട് ഇത് രണ്ടും ഒരു നല്ല സ്ട്രാറ്റജി ആണോ? എൻ്റെ അഭിപ്രായത്തിൽ അല്ല. നമ്മൾ ദെൻ യു ആർ ബൈറ്റിംഗ് ഓഫ് മോർ ദാൻ യു ക്യാൻ ചൂ. നമ്മുടെ ഇൻകത്തിനേക്കാൾ എവിടെയോ ചെന്നിട്ട് അതിനേക്കാൾ എത്രയോ മേളിലോട്ട് കയറി ചെന്നിട്ടാണ് നമ്മൾ ഈ ലോൺ എടുത്ത് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. സോ വേറസ് നമ്മളൊരു ലോൺ എടുക്കുന്നത് ഒരു നല്ല ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ എക്സലൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ലിവിങ് ഇൻ എ റെൻറ്റഡ് ഹൗസ് ആൻഡ് നമുക്കൊരു ചെറിയ ലോൺ എടുത്ത് നമുക്കൊരു സ്വന്തമായിട്ട് വീട് വാങ്ങിക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു നല്ല ഐഡിയ തന്നെ. അതേപോലെ തന്നെ ഇപ്പോൾ കമ്പനികൾ ലോൺ എടുക്കുന്ന സമയത്ത് ഒരു ചില ബിസിനസ് എടുക്കുമ്പോഴേക്കും, ഫോർ എക്സാമ്പിൾ ലാർസൻ ആൻഡ് ടൂബ്രോ സ്റ്റീൽ ബിസിനസ്, എയർലൈൻ ബിസിനസ്, ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ദ കോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, അതായത് ഒത്തിരി ക്യാപിറ്റൽ വേണം. ഇത്തരം കമ്പനികൾ തീർച്ചയായിട്ടും ഒത്തിരി ലോൺസ് എടുക്കാറുണ്ട്. ബട്ട് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളും ഓവർ സ്ട്രെച്ച്ഡ് ആകും, ഓവർ ലീവറേജ് എന്ന് പറയാതെ എക്സസ് ലോൺ എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ ഈ കമ്പനികളൊക്കെ അവരുടെ ബിസിനസ്സിലൊരു ഡൗൺ ടേൺ വരുമ്പോഴേക്കും കണ്ടവാനും ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യും. ടിപ്പിക്കൽ എക്സാമ്പിൾ ഇസ് എയർലൈൻ ഇൻഡസ്ട്രി. സോ കോവിഡിൻ്റെ സമയത്ത് ഒത്തിരി വേൾഡ് വൈഡ് പല എയർലൈൻ കമ്പനീസും ബാങ്ക്രപ്റ്റായി പോയിരുന്നു. ഇതിപ്പോൾ ഇറാൻ വാർ വന്ന സമയത്ത് ഒത്തിരി ഫ്ലൈറ്റ്സ് കർട്ടൈൽഡായി. നാച്ചുറലി എയർലൈൻ ഇൻഡസ്ട്രി വാസ് അഫക്റ്റഡ്. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടോട്ടലി അവോയ്ഡ് കമ്പനീസ് വിച്ച് ടേക്ക് ലോൺസ്. കാര്യം അത് ബാഡ് സ്ട്രാറ്റജി എന്നല്ല, ഐ ആം നോട്ട് കംഫർട്ടബിൾ. അതൊരു ഹൈ റിസ്ക് ഹൈ റിട്ടേൺ ആണ്. അപ്പം ഞാൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈസ് കമ്പനീസ് വിച്ച് ആർ ക്യാഷ് റിച്ച്. ആൻഡ് ഇന്ത്യൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഐ ക്യാൻ സ്ട്രേറ്റ് അവേ ടെൽ യു 200 കമ്പനികളെങ്കിലും ഉണ്ട് വിച്ച് ആർ എക്സ്ട്രീംലി ക്യാഷ് റിച്ച്. സോ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ITC ക്യാഷ് റിച്ച്, നെസ്ലെ, ഹിന്ദുസ്ഥാൻ യൂണിലീവർ, റൈറ്റ്, കോൾഗേറ്റ് ഇന്ത്യ, ബജാജ് ഓട്ടോ, മാരുതി, ബോഷ്, സീമെൻസ്, കമിൻസ് ഇന്ത്യ, എന്തോരം കമ്പനീസാണ്. അപ്പം നമുക്കെല്ലാം കൂടെ വേണ്ടത് ഒരു 20 കമ്പനി വേണം നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട്. സോ ചൂസ് ദ കമ്പനീസ് വേർ വി ആർ കംഫർട്ടബിൾ. അധികം ലോണില്ല, നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ, നല്ല മാനേജ്മെൻറ്റ്, നല്ല ക്യാഷ് ഫ്ലോ. ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്നുള്ളൊന്ന് പ്രേക്ഷകരോടൊന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും. സോ ചില സെക്ടേഴ്സിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൗസിംഗ്, റിയൽ എസ്റ്റേറ്റ് സെക്ടർ, അതല്ലെങ്കിൽ ഓട്ടോ സെക്ടർ. നമ്മളിപ്പോൾ കാർ വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ, മോട്ടോർ സൈക്കിൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? യൂഷ്വലി വി ടേക്ക് എ ബാങ്ക് ലോൺ. അപ്പോൾ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ കൂടെ ചിന്തിക്കും. സിമിലർ വിത്ത് റിയൽ എസ്റ്റേറ്റ്. ഞാനിപ്പോൾ DLF, ശോഭ അല്ലെങ്കിൽ പ്രസ്റ്റീജിൻ്റെ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാനൊന്ന് മടിച്ചിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും it will become very attractive for me. സോ ഈ രണ്ട് സെക്ടേഴ്സ് ആർ എക്സ്ട്രീംലി ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ്. ആൻഡ് ഈ ഇൻഡസ്ട്രിയുടെ പല ആൻസിലറി ഇൻഡസ്ട്രീസ് ഉണ്ട്. അതായത് ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലച്ച് ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടാവും, ബ്രേക്ക് ലൈനിങ് ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സാനിറ്ററി വെയർ, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വയറിംഗ്, ഇതെല്ലാം റിലേറ്റഡ് ഇൻഡസ്ട്രീസ്. മൂന്നാമത്തെ ഒരു സെക്ടർ ഇസ് നാച്ചുറലി കൺസ്യൂമർ ഡ്യൂറബിൾ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ വാങ്ങാൻ പോകുന്നു. നമ്മൾ പലവരും അത് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ലോൺ എടുക്കാറുണ്ട്. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് ദ ബാങ്കിങ് സെക്ടർ. സോ ബാങ്കിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ലോൺ കൊടുക്കുക. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ഇറ്റ് ആക്ച്വലി ഈസ് ബെനിഫിഷ്യൽ ഫോർ ദ ബാങ്ക്സ്.
whereas it is negative for the other three sectors. അതോടൊപ്പം തന്നെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ പറയുന്ന ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഉണ്ടല്ലോ, ലോങ് ടേമിലേക്ക് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ പലിശ നിരക്കിൽ വരുന്ന വ്യതിയാനങ്ങൾ ഇവരെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ലോങ് ടേമിലേക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എത്ര പെർസെൻറ്റേജ് ഇത്തരം ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് സെക്ടേഴ്സിലുള്ള കമ്പനികൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലതെന്നാണ് സാറിന് തോന്നിയിട്ടുള്ളത്? സോ അതിനൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ആൻസർ ഇല്ല. ഞാനിപ്പോൾ എൻ്റെ സെഷൻസിലൊക്കെ ഞാൻ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് പറയുന്നത് നമുക്കൊരു മോഡൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഈ മോഡൽ പോർട്ട്ഫോളിയോയിൽ തന്നെ നമ്മുടെ സ്വന്തം റിസ്ക് ടേക്കിംഗ് എബിലിറ്റി എന്ന് പറയുമ്പോഴേക്കും രണ്ട് റിസ്ക് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന്, നമുക്ക് സാമ്പത്തികം ഫൈനാൻഷ്യലി നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും. രണ്ടാമത്തെ നമ്മുടെ മെൻ്റൽ എബിലിറ്റി, അതായത് എനിക്ക് ഒത്തിരി പണമുണ്ട് പക്ഷെ മെൻ്റലി ഐ എം നോട്ട് കംഫർട്ടബിൾ ടേക്കിംഗ് എ റിസ്ക്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മോഡൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാവുന്നത് ഇറ്റ് ഈസ് ആസ് എ കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, വളരെ സ്റ്റഡി ആയിട്ടുള്ള കമ്പനികളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. അതിൽ വലിയൊരു വളർച്ച പ്രതീക്ഷിക്കേണ്ട, പക്ഷെ മാർക്കറ്റിൽ ഓവറോൾ ഒരു കറക്ഷൻ നടക്കുകയാണെങ്കിൽ ഈ പോർട്ട്ഫോളിയോയ്ക്ക് കാര്യമായിട്ടൊരു ഇടിവ് സംഭവിക്കത്തുമില്ല. ദെൻ കംസ് എ വെരി കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ, അഗ്രസീവ് പോർട്ട്ഫോളിയോ. അഗ്രസീവ് പോർട്ട്ഫോളിയോയുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ ഹൈ ബീറ്റ, അതായത് മാർക്കറ്റ് 5% കയറുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കിന് 25% കയറാൻ ചാൻസ് ഉള്ള സ്റ്റോക്സ് ഉണ്ട്. ടിപ്പിക്കൽ കേസസ് അഡാനി സ്റ്റോക്സ്. മാർക്കറ്റ് ബുള്ളിഷായി കഴിഞ്ഞാൽ നമുക്കറിയാം അഡാനി സ്റ്റോക്സ് ഒക്കെ കണ്ടമാനം നേട്ടം നൽകും. ബട്ട് മാർക്കറ്റ് ഇടിയാകുന്ന സമയത്ത് അഡാനി സ്റ്റോക്സിലേക്ക് ഏറ്റവും വലിയ സെല്ലിംഗ് പ്രഷറും വരാൻ പോകുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ അഗ്രസീവായിട്ടൊരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്റ്റ് ചെയ്യാം. ആൻഡ് അതിൻ്റെ രണ്ടിനെ നടുക്ക് ഇറ്റ് ഈസ് എ മോഡറേറ്റ് പോർട്ട്ഫോളിയോ. ബട്ട് നമ്മൾ ഏത് പോർട്ട്ഫോളിയോ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സമയത്തും ബേസിക് ആയിട്ടുള്ള ചില റൂൾസ് ഫോളോ ചെയ്തിരിക്കണം. ബേസിക് ആയിട്ടുള്ള റൂൾസ് നമ്മൾ കമ്പനിയുടെ ഫൈനാൻസസ് സ്റ്റഡി ചെയ്യണം, കമ്പനിയുടെ അസറ്റ് ബേസ് സ്റ്റഡി ചെയ്യണം, ക്യാഷ് ഫ്ലോ സ്റ്റഡി ചെയ്യണം. ആൻഡ് ഫൈനലി വെരി വെരി ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ടൈമിങ് ചെയ്യാൻ പഠിക്കണം. സോ യൂഷ്വലി ഞാൻ കണ്ടിരിക്കുന്നത് ഈ ചാർട്ട് അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുമ്പോഴേക്കും പല മാർക്കറ്റിൽ പങ്കെടുക്കുന്ന റീറ്റെയിൽ ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് ഫോർ ഷോർട്ട് ടേം ട്രേഡിംഗ്. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് റോങ് മെസ്സേജ് ഓർ അഡ്വൈസ് ദേ ഹാവ് ഗോട്ട്. ഞാൻ എന്ത് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഫസ്റ്റ് മെത്തേഡ് ഈസ് ഷോർട്ട് ലിസ്റ്റ് സെറ്റ് ഓഫ് സ്റ്റോക്സ്. രണ്ടാമത്തെ ചെയ്യുന്നത് ചാർട്ട് സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് ലെവലിൽ എത്തുന്ന സമയത്ത് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. ആൻഡ് അതിൻ്റെ കറക്റ്റായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എപ്പോൾ എക്സിറ്റ് ചെയ്യണമെന്നും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സാർ എക്സിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സാറിന് എന്താണ് തോന്നുന്നത്, നമുക്ക് എപ്പോഴാണ് ഒരു സ്റ്റോക്കിൽ നിന്ന്, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എപ്പോഴാണ് നമ്മളൊരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടത്? എഗെയിൻ ഞാൻ വാറൻ ബഫറ്റിൻ്റെ ഒരു പാഠത്തെന്ന് പറയുന്നു. നമ്മളൊരു വീട് വാങ്ങിക്കുന്നു. ഓക്കെ, ഞാൻ 10 കൊല്ലം മുൻപ് വീട് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചു. ഇന്ന് ആ വീട് വിറ്റ് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ കിട്ടും. ഞാൻ ആ വീട് വിൽക്കണോ? ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? 10 ലക്ഷത്തിൻ്റെ വീട് 50 ലക്ഷമായി, അതുകൊണ്ട് ഞാൻ വിൽക്കണം എന്ന് പറയുന്ന മണ്ടത്തരോ? കാര്യം ഞാൻ 50 ലക്ഷം രൂപയ്ക്ക് ആ വീട് വിറ്റ് കഴിഞ്ഞാൽ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആ വീട് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു വീട് വാങ്ങിക്കണം. അപ്പോൾ ഇത്രയും നല്ലൊരു വീട് വാങ്ങിക്കാൻ കിട്ടുമോ? ഹൗ ഡു ഐ ഐഡൻറ്റിഫൈ ഇത്രയും നല്ലൊരു വീട്? രണ്ടാമത്തെ, ഞാൻ ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ അതിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. മൂന്നാമത്തെ, ഇത്രയും വലിയൊരു 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ 50 ലക്ഷം രൂപ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? സോ ദ സെയിം വേ നമ്മൾ നല്ലൊരു കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കമ്പനി അതിൻ്റെ സെയിൽസ് വർദ്ധിക്കുന്നു, പ്രോഫിറ്റ് കൂടുന്നു, ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നു, നല്ല ഡിവിഡൻഡ് നൽകുന്നുണ്ട്, കമ്പനീസ് മാനേജ്മെൻറ്റ് ഇസ് ഗുഡ്, കമ്പനിയുടെ ബിസിനസ്സിന് ഒരു പ്രോബ്ലം കാണുന്നില്ല, പിന്നെ എന്തിനു വേണ്ടി നമ്മൾ ആ ഷെയർ വിൽക്കണം? ഒരു നല്ലൊരു എക്സാമ്പിൾ കേരളത്തിൽ നിന്ന് തരികയാണെങ്കിൽ, ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മുത്തൂറ്റ് ഫൈനാൻസിൻ്റെ IPOയിൽ ഷെയർ വാങ്ങിയിരുന്നു. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഷെയർ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യേണ്ട കാര്യം കാണുന്നില്ല. അപ്പോൾ എനിക്ക് സംശയമുള്ളത്, സാറിന്റെ പോർട്ട്ഫോളിയോയിൽ ഒരു സ്റ്റോക്കും ഇതുവരെ എക്സിറ്റ് ചെയ്തിട്ടില്ല? ഒത്തിരി ചില സ്റ്റോക്സിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പോർട്ട്ഫോളിയോയിൽ ക്ലാസിഫിക്കേഷൻ ലോങ് ടേം ആയിട്ടുണ്ട്. ആ ലോങ് ടേമിൽ നാച്ചുറലി ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൊണ്ട് ഞാൻ വേറെ പല സ്ട്രാറ്റജീസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് എനിക്കറിയാൻ ചില ടെമ്പററി ആയിട്ട് ഓവർ വാല്യൂഡ് ആകും. ഓവർ വാല്യൂഡ് ആവുന്ന സമയത്ത് ചിലപ്പോൾ ആ ഷെയർ വിൽക്കും,
അതേ ഷെയർ ചിലപ്പോൾ 5-10% താഴെ തിരിച്ചു വാങ്ങിക്കും. ആൻഡ് മറ്റൊരു സ്ട്രാറ്റജി, ഇതൊക്കെ നമുക്ക് ആരെങ്കിലും പഠിപ്പിച്ച് തന്നാലേ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ കൈവശം നല്ലൊരു പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടെങ്കിൽ പല ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് പല സ്ട്രാറ്റജീസ് നിർമ്മിക്കാൻ സാധിക്കും. വൺ ഗുഡ് ഇൻകം സ്ട്രാറ്റജി ഇസ് കോൾഡ് എ കവേർഡ് കോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവശം സ്റ്റോക്ക് ഉണ്ട്, കറക്റ്റ് ലെവലെത്തുമ്പോഴേക്കും നമ്മൾ അത് സ്റ്റോക്കിന് അഗേൻസ്റ്റ് ആയിട്ട് കോൾ ഓപ്ഷൻസ് വിൽക്കുക, നമുക്കതിൻ്റെ പ്രീമിയം കളക്ട് ചെയ്യാം. അങ്ങനെ പല സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സാറ് അതായത് സാറ് ഈ ലോങ് ടേമിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ആയിട്ടുണ്ടോ? എക്സിറ്റ് ആകാറുണ്ട്, തീർച്ചയായിട്ടും എക്സിറ്റ് ആകുന്നുണ്ട്. അതായത് ആ സ്റ്റോക്ക് രണ്ട് സിറ്റുവേഷൻസിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഓവറോൾ മാർക്കറ്റ് തന്നെ ഓവർ ഹീറ്റഡ്, മാർക്കറ്റ് തന്നെ ചിലപ്പോൾ ഒരു വലിയ കറക്ഷൻ നേരിടാൻ പോകുന്നു എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി ഐ മേ എക്സിറ്റ് ദ എൻറ്റയർ പോർട്ട്ഫോളിയോ. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ചാർട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് സൂചന കിട്ടും ദാറ്റ് ഈ ഒരു ലെവലിൽ ക്രോസ് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ ആണെങ്കിലും ചിലപ്പോൾ സ്റ്റോക്ക് വിറ്റ് കളയും. ചില സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ചിലപ്പോൾ ടെമ്പററി ഒരു ടോപ്പായിരിക്കും. അപ്പോൾ ആ ഒരു കേസിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് വിൽക്കും, ഈ പറഞ്ഞതുപോലെ 5-10% താഴെയായിരിക്കും തിരിച്ചു വാങ്ങുന്നത്. സോ പല സ്ട്രാറ്റജി ഫോർ ഡിഫറെൻറ്റ് സ്റ്റോക്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ഇപ്പോൾ നമുക്ക് ഈ ജിയോയുടെ IPO അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇപ്പോൾ സാറിനെ കണ്ടതുകൊണ്ട് ഓർമ്മ വന്നതാണ്. അതായത് ജിയോ ആണെങ്കിലും അല്ലെങ്കിൽ റിലയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അദാനി സ്റ്റോക്സ് ഒക്കെ എന്ന് പറയുന്നത് ഫാമിലി അല്ലെങ്കിൽ ഒരു പേഴ്സണിൻ്റെ അണ്ടർ കൺട്രോളിൽ വരുന്ന ഒരു ബിസിനസ് ആയിട്ടുണ്ട്. അതല്ലാണ്ട് നമുക്ക് പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനീസ് ഉണ്ട്. ഞാൻ ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു ടേം ആദ്യം പഠിച്ചത് സാറിൻ്റെ അടുത്ത് തന്നെയാണ്. ITC ഒരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി ആയിരുന്നു എന്ന്. അപ്പോൾ അന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനീസും അതല്ലാത്ത ഇങ്ങനത്തെ ഫാമിലി ബിസിനസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഈ പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനീസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനീസിന് ഒരു 3-4 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതൊക്കെ കമ്പനികൾ സാർ പറയും? പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി ഇന്ത്യയിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നാച്ചുറലി ITC ഇസ് വൺ, ലാർസൻ ആൻഡ് ടൂബ്രോ ഇസ് another, HDFC Bank is another, ICICI Bank is another. സോ ഇതൊക്കെ പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനീസാണ്. അപ്പോൾ ഇത്തരം കമ്പനീസിൻ്റെ ഒരു വ്യത്യാസം കമ്പയർഡ് ടു ഫാമിലി റൺ കമ്പനീസ്, ഇതിലൊരു ഫാമിലിയോ ഒരു സ്പെസിഫിക് പ്രൊമോട്ടർ ഉണ്ടാവത്തില്ല. അപ്പോൾ അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് വിൽ ബി സ്പ്രെഡ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസോ മ്യൂച്വൽ ഫണ്ട് കമ്പനീസോ ഒക്കെ ആയിരിക്കും മേജർ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ട്രൂലി പ്രൊഫഷണൽ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ റിലയൻസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ മുകേഷ് അംബാനിയുടെ മക്കളായിരിക്കും അടുത്ത മാനേജിങ് ഡയറക്ടർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മുത്തൂറ്റ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ സെയിം സ്റ്റോറി. ആൻഡ് അതിൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് ഔട്ട്സൈഡേഴ്സ് ആയിരിക്കത്തില്ല ആ കമ്പനി കൊണ്ട് നടക്കുന്നത്. ആൻഡ് ആസ് ലോങ് ആസ് ദ കമ്പനി ഈസ് റിവാർഡിങ് ദ ഷെയർ ഹോൾഡേഴ്സ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. സോ അതിൻ്റെ ബേസിസിൽ പ്രോബ്ലം ഇല്ല. ബട്ട് പ്രൊഫഷണലി റൺ ആണെങ്കിൽ ദാറ്റ് ഇസ് ദ അഡ്വാൻറ്റേജ്. മെറിറ്റോക്രസിക്ക് തീർച്ചയായിട്ടും ഒരു വലിയ സ്ഥാനം ആ കമ്പനികളിലും ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഇൻസിഡൻറ്റും കൂടെ കൂട്ടിച്ചേർത്ത് സംസാരിക്കാം. അതിൽ HDFC ബാങ്ക്, നമ്മൾ ഇതിനു മുന്നേയും പലപ്പോഴായി പല സെഷനിൽ ഞാൻ പല ഗസ്റ്റുകളോടും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് HDFCയുടെ ഗവേണൻസ് ഇഷ്യൂസ് വന്നപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഭയങ്കര പാനിക്കായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു മ്യൂച്വൽ ഫണ്ട്സിൽ മെജോറിറ്റി ഫണ്ട് ഹൗസുകളും ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് HDFC. അപ്പോൾ HDFC പോലത്തെ കമ്പനികളിൽ ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇഷ്യൂസ് ഉയർന്നു വരുമ്പോൾ അത് ശരിക്കും എത്രത്തോളം ആ കമ്പനിയുടെ ഭാവിയെ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയെ ബാധിക്കുന്നതാണ് സാറിന് തോന്നിയിട്ടുള്ളത്? അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല അവിടെ കാര്യമായിട്ടൊരു ഗവേണൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നോ. ആ കമ്പനിയിൽ നടന്നിരിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് അവരുടെ നാച്ചുറലി ഏത് പ്രൈവറ്റ് സെക്ടർ ബാങ്കോ ഇൻഷുറൻസ് കമ്പനിയോ എടുത്താലും അവിടുത്തെ എല്ലാ എംപ്ലോയീസും ദേ ആർ അണ്ടർ ഹെവി പ്രഷർ ടു അച്ചീവ് ടാർഗറ്റ്സ്. നാച്ചുറൽ ഒരു കമ്പനി വളർത്തണമെങ്കിൽ അത് ഏത് ബിസിനസ് ആയിക്കോട്ടെ അവിടുത്തെ എംപ്ലോയീസിന് വലിയ ഹൈ ടാർഗറ്റ്സ് ഉണ്ടാകും. HDFC മാത്രമല്ല ഇതിനെ ഒറ്റപ്പെടുത്താൻ പറ്റത്തില്ല, ബിക്കോസ് ഓൾമോസ്റ്റ് എവറിബഡി ഈസ് ഗിൽറ്റി ഓഫ് ദാറ്റ്. ആൻഡ് അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോഡക്ട്സ് നമ്മൾ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ്, ഇപ്പോൾ ഒരു ബാങ്ക് എംപ്ലോയി അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എംപ്ലോയി മ്യൂച്വൽ ഫണ്ട് എംപ്ലോയി എടുത്തു കഴിഞ്ഞാൽ അതിൽ ചില എവറി എംപ്ലോയി ഈസ് എക്സ്പെക്റ്റഡ് ടു പാസ് എ സർട്ടൻ എക്സാംസ് ആൻഡ് അതിൽ ചില എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിലൊന്നിലും എനിക്കൊരു എത്തിക്കൽ ഇഷ്യൂ HDFC ബാങ്കിനെ ഒറ്റപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നമ്മൾ ഏത് ലാർജ് ഫൈനാൻഷ്യൽ സർവീസ് കമ്പനി എടുത്താലും
അവരെല്ലാവർക്കും അഗ്രസീവ് സെയിൽസ് ടാർഗറ്റ്സ് ഉണ്ട്. Now HDFC ബാങ്കിൻ്റെ സ്പെസിഫിക് കേസിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ നമ്മളൊരു കസ്റ്റമറെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കസ്റ്റമറെ സ്റ്റഡി ചെയ്യണം. എന്നിട്ട് നമ്മൾ വിൽക്കാൻ പോകുന്ന ആ പ്രോഡക്റ്റ് ആ കസ്റ്റമർക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് ആ കസ്റ്റമർ അല്ല നോക്കേണ്ടത്. ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ബട്ട് HDFC ബാങ്കിന് വേറെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും കേസിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി, സപ്പോസ് യു ആർ മൈ പൊട്ടൻഷ്യൽ കസ്റ്റമർ, ഞാൻ എന്താ ചെയ്യുന്നത്, ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഹരിപ്രിയയ്ക്ക് സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല, എങ്കിലും എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ പ്രോഡക്റ്റ് ഹരിപ്രിയയ്ക്ക് അടിച്ചേൽപ്പിക്കുന്നു. അവിടെയാണ് ഈ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത്. നാച്ചുറലി ഇത്തരം ഒരു നല്ലൊരു ഈ ഒരു ഇഷ്യൂ പുറത്ത് വന്നത് വളരെ ഒരു നല്ല കാര്യമാണ്. കാര്യം ഇത് അത്യാവശ്യമായിട്ടൊരു ക്ലീനിങ് അപ്പ് വേണ്ടിയിരുന്നു. ആ ക്ലീനിങ് അപ്പ് നടക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂവിൻ്റെ ബേസിസിൽ നല്ല എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വരും, കുറേ കൂടെ നല്ല ഗവേണൻസ് വരും. ആൻഡ് നമ്മൾ ലോങ്ങർ ടേം ഫ്യൂച്ചർ നോക്കുമ്പോഴേക്കും എനിക്കിതിൽ ഒരു പ്രോബ്ലം അറ്റ്ലീസ്റ്റ് നൗ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. HDFC ബാങ്കിൻ്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നല്ലൊരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ നടന്നിരിക്കുന്നത്. ആക്ച്വലി ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റർ ഇതൊരു നല്ല ബൈയിങ് അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. HDFCയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ടാറ്റ ഗ്രൂപ്പിന്റെ കാര്യം കൂടെ ഓർമ്മ വന്നു. കാരണം ടാറ്റ ഗ്രൂപ്പിലും ഈ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റ് തലത്തിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷും കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ ഇടയ്ക്ക് കേട്ട് വന്നതായിരുന്നു. ആൻഡ് ടാറ്റ സ്റ്റോക്സ് നമ്മൾ പല ടാറ്റ സ്റ്റോക്സ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു കറക്ഷൻ ഫേസ് ചെയ്യുന്നതായിട്ട്, ഇപ്പോൾ പല ടാറ്റ സ്റ്റോക്സും പല കറക്ഷനും ഫേസ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. സോ ടാറ്റ സ്റ്റോക്സിന്റെ ഒരു ലോങ് ടേം ഭാവിയിൽ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ടാറ്റ ഗ്രൂപ്പിൻ്റെ കേസിലും അങ്ങനത്തെ ഒരു വലിയ പ്രോബ്ലം ഒന്നുമില്ല. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കണം. സോ ടാറ്റ ഗ്രൂപ്പിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് കമ്പനി കോൾ ടാറ്റ സൺസ്. ആൻഡ് ടാറ്റ സൺസിൻ്റെ കേസിൽ അവിടെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാറ്റ ഫാമിലി അല്ലാതെ വേറൊരു ഫാമിലി, അതായത് മിസ്ത്രി ഫാമിലിയിലൊക്കെ ഒരു ചെറിയ സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു മെയിൻ ചാലഞ്ച് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് ടാറ്റ സൺസ് എന്ന് പറയുന്ന കമ്പനിയെ ലിസ്റ്റ് ചെയ്യണോ ലിസ്റ്റ് ചെയ്യണ്ടേ. സോ അവിടെ ഒരു വടംവലിയുണ്ട്. നാച്ചുറലി ദാറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ് ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ടാറ്റ സ്റ്റീൽ ഓർ ടാറ്റ കെമിക്കൽസ് ഓർ ടാറ്റ ടെക്നോളജി. അത് ഒരു വിധത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ കമ്പനികളുടെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടെന്ന്. ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റർ ഞാൻ അവിടെ മാത്രമേ ഫോക്കസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ടാറ്റ ഗ്രൂപ്പ് കമ്പനീസിൻ്റെ ഷെയർസിൽ ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് വളരെ നല്ലതല്ല. TCSൻ്റെ കേസിൽ TCS മാത്രമല്ല, നമുക്കറിയാം ഇൻഫോസിസ്, വിപ്രോ, HCL ടെക്നോളജി, ആ എൻറ്റയർ സെക്ടർ ഇസ് ടുഡേ ഫേസിങ് എ ക്രൈസിസ്. സോ നേരെ മറിച്ച് നമ്മളിപ്പോൾ ടൈറ്റൻ നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റനിൽ വാട്ട് ഇസ് എ പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല. ഇറ്റ് ഇസ് ട്രേഡിങ് അറ്റ് ഓൾ ടൈം ഹൈ. ടാറ്റ കൺസ്യൂമർ നോക്കിക്കഴിഞ്ഞാൽ അറ്റ് ദിസ് പോയിന്റ് എനിക്ക് ഒരു പ്രോബ്ലം കാണാൻ സാധിക്കുന്നില്ല. മെറ്റൽ ഇൻഡസ്ട്രീസിൽ ആ സൈക്കിൾ മുകളിലോട്ട് ചെന്നപ്പോഴേക്കും ഹിൻഡാൽകോ, വേദാന്ത, ഹിന്ദുസ്ഥാൻ സിംഗിനോടൊപ്പം ടാറ്റ സ്റ്റീലും നമുക്ക് നല്ല നേട്ടം നൽകി. അതിനുശേഷം ഒരു കറക്ഷൻ നടക്കുന്നു. ഇറ്റ്സ് ഓൾ നാച്ചുറൽ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ പുറത്തു വരുന്ന റൂമേഴ്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം നമ്മൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒന്ന് പഠിച്ച് അനലൈസ് ചെയ്തിട്ട് വേണം ഒരു ഡിസിഷനിലോട്ട് എത്തിച്ചേരാൻ. താങ്ക് യു സോ മച്ച് സർ. നമ്മൾ കുറേ അധികം ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യാത്തൊരു കുറേ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സ്റ്റോക്കിന്റെ ക്രാഷ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടിവ് വരുന്ന സമയത്ത് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ നോക്കിയിട്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ടേക്കുള്ള ഡിസിഷൻ എടുക്കാൻ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ആ ഒരു ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരവുമായിട്ട് മറ്റൊരു സെഷനിൽ സാറിനെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ്. ഏതായാലും ET ടോക്സിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.